അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കുരുമുളക് രസം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ കുരുമുളക് 1 സ്പൂൺ ജീരകം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുക്, 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ രസപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ കായപ്പൊടി ചേർത്താലും മതി. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഒന്ന് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള രസമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.